രാമച്ചംവിളയിലാണുള്ളത്. നേരെയുള്ളത് ചിറയൻകീഴ് ദിശയിലേക്കുള്ള റോഡാണ്. ഇവിടെ വരുന്ന ഓവർപാസിന് ഒരു റൗണ്ട് അടിച്ച് തിരിച്ച് കൊല്ലമ്പുഴ അണ്ടർപാസ് വരെ പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പുതിയ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നതായി കണ്ടില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെയായി തറ വൃത്തിയാക്കുകയോ എർത്ത് വർക്ക്സ് ചെറിയ തോതിൽ ചെയ്യുന്നതോ ഒക്കെ ആയിട്ട് തോന്നി. എന്നാലും എടുത്തു പറയത്തക്കതായിട്ടുള്ള പണിയൊന്നും കണ്ടില്ല. ഒരു സൈഡിലായി ഡ്രെയിനേജിൻ്റെ പണി നടക്കുന്നുണ്ട്. നേരത്തെ തീർത്ത പോർഷൻ ഇങ്ങോട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓവർപാസിൻ്റേതായിട്ട് ഉള്ള പൈലിങ്ങോ അതിനു വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റോ ഒന്നും ഇവിടെ കണ്ടില്ല. ഈ സൈറ്റും അതേപോലെ തന്നെ ചിറയൻകീഴ് ROBയുടെ സൈറ്റുമൊക്കെ കണ്ട ഒരാളെന്ന നിലയിൽ ചിറയൻകീഴുകാരുടെയും ആറ്റിങ്ങൽക്കാരുടെയൊക്കെ ക്ഷമാശീലത്തിന് നമിക്കാതെ വയ്യ. ഇപ്പോൾ വീണ്ടും കൊല്ലമ്പുഴ ദിശയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നതിന് മുൻപുള്ള ഭാഗം കുറച്ച് ദൂരത്തേക്ക് ടാർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ദൂരത്തേക്ക് മെറ്റൽ നിരത്തിയിട്ടുമുണ്ട്. അത് ഉറപ്പിച്ചിട്ടില്ല, നിരത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തിരുവാറാട്ടുകാവിൻ്റെ മുൻവശത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അണ്ടർപാസ് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്ട്രക്ചറൽ വർക്കൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. റോഡ് ഡൈവേർഷൻ ഉണ്ടാക്കിയിട്ടിട്ട് കാലം കുറേയായി. ഇവിടെ നിന്ന് നേരെ പോകാൻ സാധിക്കുകയില്ല. നമുക്ക് പഴയ റോഡ് വഴി തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ പിന്നിലെത്തിയിട്ട് തുടർന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ പിൻവശത്തെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കൊല്ലമ്പുഴ അണ്ടർപാസ് വരെയുള്ള സൈറ്റ് RDS ഒരു സ്റ്റോറേജ് യാർഡ് പോലെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപക്ഷെ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേ നടക്കുകയുള്ളായിരിക്കും. ഇന്നത്തെ മാതൃഭൂമിയിൽ ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ചുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ആറ്റിങ്ങൽ ബൈപ്പാസിനെ കുറിച്ചുള്ളൊരു വാർത്ത വരുന്നത്.
അതിന് പിന്നിലെ ചാലകശക്തിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. വാർത്തയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം.